ഡൽഹി മജ്നുക്കട്ടിലയിലെ ഒരു കോളനിയാണിത്. പാകിസ്ഥാനിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ വന്ന് താമസിക്കുന്ന ഇടം. CAA നടപ്പാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് ഇവിടെ BJP പ്രവർത്തകർ. നമുക്കിവിടെ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ഫ്ലക്സ് എല്ലാം ഇവിടെ തൂക്കിയിട്ടുണ്ട്. ആകെ ഈ കോളനിയിലാകെ BJPയുടെ കൊടികളാണ്. ഇവിടെ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്നത് കാണാം. ഈ വരി നിൽക്കുന്നതെല്ലാം പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ഈ ഭക്ഷണം നൽകുന്നത് BJP RSS പ്രവർത്തകരാണ്. CAA നടപ്പിലാക്കിയതിലെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ദീദി, आपका नाम क्या है? गोमती। क्यों आप पाकिस्तान से इधर आए? यहाँ अच्छा अभी खुशी है? अभी बहुत खुशी है हमारे को। അവരവരുടെ സന്തോഷം പങ്കുവെക്കുകയാണ്. നമുക്ക് കാണാം ഭക്ഷണം വിതരണം ചെയ്ത് ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. പാകിസ്ഥാനിൽ നിന്നെത്തിയ ആളുകൾ പൂജ നടത്തുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്ര പരിസരത്താണ് ഇങ്ങനെ ഒരു ആഘോഷ പരിപാടി BJP RSSും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്ക് ചില ആളുകളോട് കൂടി സംസാരിക്കാം. आपका नाम? सोना दास। आप पाकिस्तान से? हाँ, हिंदू शरणार्थी पाकिस्तान से 2011 में आए हैं। क्यों आए इधर? बस इंसान कोई अपना घर छोड़कर कोई व्यक्ति वहाँ से निकलता, कोई तो विपता रहती है तब तो निकलते हैं, मगर आज बहुत खुशी का माहौल है। हमारे देश के प्रधानमंत्री, गृह मंत्री, जिसने हमारे को सिटीजनशिप के लिए जो गले का फंदा जो हमारा फंसा पड़ा था वो निकाल दिया, उनके धन्यवाद कहते हैं। वो भारतवासियों को भी धन्यवाद। और विश्व हिंदू परिषद है, संघ वाले लोग हैं, BJP के लोग हैं, सारे हिंदू संगठन उनको धन्यवाद कहते हैं। जय श्री राम। ഇവർ പറയുന്നത് സന്തോഷ പ്രകടനമാണ്. അതായത് പൗരത്വം ലഭിക്കുന്നതിലുള്ള സന്തോഷമാണ് പാകിസ്ഥാനിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് വന്ന ഈ ഹിന്ദു ജനവിഭാഗം പ്രകടിപ്പിക്കുന്നത്. അതേ അവസരത്തിൽ തന്നെ ഇങ്ങനെ ആഘോഷ പ്രകടനങ്ങൾ പലയിടത്തും നടക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രതിഷേധവും നടക്കുകയാണ്. പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും ബംഗാളും അസമും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ പ്രതിഷേധക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഹിന്ദു വിഭാഗത്തിനും ക്രിസ്ത്യൻ വിഭാഗത്തിനും സിഖ് വിഭാഗത്തിനും ജൈനർക്കും പാഴ്സികൾക്കുമെല്ലാം സന്തോഷിക്കാനുള്ള വക ലഭിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ആയിരക്കണക്കിന് മുസ്ലിങ്ങളും ഇങ്ങനെ മോശം കാലാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നുണ്ട് ഇന്ത്യയിൽ. അത്തരക്കാർക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകുന്നില്ല? ഇത് വിവേചനമല്ലേ എന്നതാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന ചോദ്യം. എന്തായാലും ഒരു ഭാഗത്ത് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്, മറുഭാഗത്ത് പൗരത്വത്തിന് വേണ്ടിയുള്ള നിലവിളികൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധവും വിവേചനത്തിനെതിരെയുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡൽഹി മജ്നുക്കട്ടിലയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.